അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. കിതാബത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക എന്നാണ്. പിന്നെന്താ ചെയ്യേണ്ടത്? കേട്ടെഴുത്ത് ആദ്യം നടത്തണം. അതിനുശേഷം ആ ചോദ്യപേപ്പർ കുട്ടിക്ക് നൽകി മറുഭാഗത്തുള്ളവ എഴുതിക്കണം. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ വാക്കുകൾ ബാ, ജൂ, രീ, സൻ, ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യും? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ രണ്ടാമത്തെ കാണുന്ന ബഹ്തുൻ, ദർസുൻ, ഖശബുൻ, സഖ്റുൻ. ഇതിൽ തൻവീന് ശ്രദ്ധിക്കും. ഇവിടെ നീട്ടാനുള്ളതാണ് ശ്രദ്ധിക്കുക. ഇവിടെ തൻവീനെ ശ്രദ്ധിക്കും. ഇവിടെ തശാഉ, ഈജാദുൻ, ഹുഷൂറുൻ. അടുത്ത റുത്തിബ, തസുറു, സജ്ജാജുൻ. ശബ്ദമുള്ള അക്ഷരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നീട്ടാനുള്ള അക്ഷരങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനും ഉസ്താദ് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും കുട്ടിക്ക്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് കേട്ടെഴുത്ത് എടുപ്പിക്കുക ചെയ്യുക. നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ സ്ലേറ്റിലോ കുട്ടി എഴുതുന്ന രീതിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കിതാബത്തിലെ ഫസ്റ്റ് ഭാഗം കേട്ടെഴുത്താണ്. ഇനി ഇതിൻ്റെ മറുഭാഗത്ത് രണ്ടാമത്തേതായിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക. താഴെ കൊടുത്ത പദങ്ങൾ എന്ത് ചെയ്യണം? നോക്കി എഴുതണം. ഇവിടെ ബൂന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ അടി കൂട്ടി എഴുതണം. അടുത്ത ഹീന്ന് കൊടുത്തിട്ടുണ്ട്, അത് അതേ രൂപത്തിൽ എഴുതുക. സ അതേ രൂപത്തിൽ എഴുതുക. ഷി, അങ്ങനെ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് അതേപോലെ എഴുതുക എന്നുള്ളതാണ്. ഇനി അടുത്ത് രണ്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ബിത്ത്, ജുസ്, ഖുദ്, ഹഷ്, സുർ. ഇതൊക്കെ അതിൻ്റെ തൊട്ടടിയത്തെ അടിയിൽ കാണുന്ന ആ വരിയിലേക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടി ചെയ്യേണ്ടത്. മൂന്നാമത്തെ ജാബിറുൻ, ബസീറുൻ, തസൂറു, ഹദീദുൻ. ഇതൊക്കെ നീട്ടുള്ളതാണ്. ഇവിടെ ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട്. ബസീർ എന്നതിലെ കെസറിനെ യാവ് കൊണ്ട് നീട്ടി, തസൂറു എന്നതിലെ ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടി, ഹദീദ് എന്നതിലെ കെസറിനെ യാ കൊണ്ട് നീട്ടി. അതൊക്കെ അതേ രൂപത്തിൽ കൃത്യമായിട്ട് കുട്ടി എന്ത് ചെയ്യണം? അടിയത്തെ കോളത്തിലേക്ക് എഴുതി കൊടുക്കണം. നാലാമത്തേത് വരുന്നത് ശബ്ദുള്ള അക്ഷരങ്ങളാണ്. ജദ്ദദ, ഉസ്സിസ, സബ്ബത്ത, തുജാറുൻ. ഇതൊക്കെ കുട്ടി അതിൻ്റെ അടിയിലുള്ള കോളത്തിലേക്ക് തന്നെ കൃത്യമായിട്ട് അക്ഷരങ്ങൾ തെറ്റാതെ ശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് നീട്ടേണ്ട അക്ഷരങ്ങളെ നീട്ടി വളരെ കൃത്യമായിട്ടായിരിക്കണം കുട്ടി ചെയ്യേണ്ടത്. അപ്പോൾ രക്ഷിതാക്കൾ വീട്ടിൽ നിന്നും പ്രത്യേകം പരിശീലിപ്പിക്കണം കുട്ടികളെ. ഇനി മൂന്നാമത്തായത് കൊടുത്ത അക്ഷരങ്ങൾ ചേർത്ത് എഴുതുക. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ത, സ്, ജു, ദു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കൂട്ടി എഴുതണം. ഈ രൂപത്തിൽ തസ്, ജു, ദു ഇങ്ങനെ കൂട്ടി എഴുതണം. അതുപോലെ തന്നെ ഹബീബുൻ, ഹ, ബീ, പിന്നെ ഒരു യാ ഉണ്ട് ഇവിടെ, ബുൻ. ഈ യാ ബാൻ്റെ കെസറ നീട്ടാനായിട്ട് യാ ആണത്. അപ്പോൾ എങ്ങനെ എഴുതും? ഹബീബുൻ ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മൾ വീട്ടിൽ നിന്ന് പരിശീലിപ്പിക്കണം. ഓരോ വാക്കും വേർതിരിച്ച് ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതി കുട്ടികളോട് അത് കൂട്ടി എഴുതാൻ ശീലിപ്പിക്കണം. അടുത്ത രണ്ടാമത്തെ കൊടുത്ത് ത, സ്, ബു, തു. ഇത് നമ്മൾ കൂട്ടി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? തസ്, ബു, തു. കണ്ട ഈ രൂപത്തിലാണ് കുട്ടികൾ എഴുതേണ്ടത്. അടുത്തത് മൂന്നാമത്തെ തു, ബ, സീറു, തു, ബ, സീറു. അത് കൂട്ടി എഴുതണം. ഈ രൂപത്തിൽ തു, ബ, സീറു. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. അപ്പോൾ ഈ രൂപത്തിലാണ് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ഓരോ കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകം പരിശീലിപ്പിക്കുക. ചോദ്യപേപ്പറിൻ്റെ PDF-കളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാൽ കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. അവിടെ നിന്നും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.